രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ രൂക്ഷ വിമർശനവുമായി വനിതാ നേതാവ് രംഗത്ത് വന്നു. രാഹുലിനെതിരെ പെണ്ണുപിടിയൻ എന്ന ആരോപണം നിരന്തരമുണ്ടാകുന്നു. ഒരു സംശയം ചോദിച്ചോട്ടെ, തന്റെ കൂടുള്ളവരെല്ലാം ഇങ്ങനെ ഞരമ്പ് രോഗികളാണോ? ആരോപണം സംഘടനയിൽ ചർച്ച ചെയ്യണമെന്നും രാഹുൽ തെറ്റുകാരനാണെങ്കിൽ മാറി നിൽക്കണമെന്നും വനിതാ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ചേട്ടൻ ഇനി സാക്ഷി പറയാനൊന്നും പോണ്ട, പോലീസുകാരെ വിളിച്ചാൽ ഇത് കാണിച്ചാൽ മതി, ബാക്കി കാര്യം അവര് നോക്കിയോളൂ. യുവ നേതാവിനെ കുറിച്ചുള്ള പരാതി മറ്റുള്ള നേതാക്കളോട് പറഞ്ഞു, എന്നിട്ടും പരിഹാരം ഉണ്ടായില്ല. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. സ്ത്രീ ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, അവര് ഷാഫിക്ക് ഇതിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ പരാതി കൊടുത്തിട്ട് ഷാഫി ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. രാഹുൽ സമീപിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളുടെ അടുത്തും നീ മാത്രം ഉള്ളൂ എന്നുള്ള രീതിയിലാണ് അയാളെ പറഞ്ഞിരിക്കുന്നത്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? തന്നോട് ചാറ്റ് ചെയ്ത ശേഷം അതേക്കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നാണ് ഹണിയുടെ ആരോപണം. കഴിഞ്ഞ ദിവസമാണ് ഇതേക്കുറിച്ച് താൻ അറിഞ്ഞത്. അതിനാലാണ് ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നതെന്നും ഹണി മാധ്യമങ്ങളോട് പറഞ്ഞു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ രംഗത്തെത്തുമെന്നും ഹണി പറയുന്നു. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഇന്നലെ വരെ എനിക്ക് ആ മനുഷ്യന്റെ അടുത്ത് രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. ഇന്നലെ മുതലാണ് അയാളുടെ അടുത്ത് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്. ഇങ്ങനൊന്നും ചെയ്യില്ല, അഞ്ചാറബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. അയാള് ജൂൺ 9 ഞാൻ ശ്രീലങ്കൻ യാത്ര നടത്തുന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? അപ്പോൾ അത് എൻ്റെ ഫോട്ടോയ്ക്ക് ഒരു ഹാർട്ടിന്റെ ഇതിട്ടുകൊണ്ടാണ് മൂപ്പര് ഫസ്റ്റിൽ ചാറ്റ് തുടങ്ങിയത്. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അപ്പം ശ്രീലങ്കയിൽ പോകാനുള്ള പ്ലാൻ ഉണ്ട്, അതിനെക്കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. നീ മരണമാസാടാ, വേറെ ലെവലടാ നീ. രണ്ടാമതൊരു ആരോപണം വന്നിട്ടുണ്ട്, അതിൽ പേര് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുവനേതാവ് പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ. എന്നാലും എന്റെ കർത്താവേ, നീ എനിക്ക് വീട്ടിന് പകർത്തുന്നത് കുരിശാണല്ലോ. പോലീസ് അടിയന്മാരെ ചുമന്നോളൂ.